അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഓരോരുത്തരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഭൂരിഭാഗവും പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇഖ്ലാസിൻ്റെ കുറവാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് ചോദിച്ചാൽ, നാം ഏത് മേഖലകളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ മേഖലയോട് നമുക്കുണ്ടാവുന്ന ഇഷ്ടവും സന്നദ്ധതയും ഒരുക്കവും തയ്യാറെടുപ്പും വിധേയത്വവും കീഴ്പ്പെടലുമൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും. ഒരു പഠിതാവ് തൻ്റെ പഠനത്തോട് ഈ അർത്ഥത്തിൽ ഇഖ്ലാസ് കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൈവെള്ളയിൽ ഒതുങ്ങും. അദ്ദേഹം സന്തുഷ്ടനായിരിക്കും. അതുകൊണ്ട് ഒരു തൊഴിലാളി തൻ്റെ തൊഴിലിനോട് എത്രത്തോളം ആത്മാർത്ഥമാണ്, അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ പൂർണ്ണ സന്തുഷ്ടവാനായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇഖ്ലാസിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത പണിയിൽ നമ്മൾ വിജയിക്കുക മാത്രമല്ല, നമ്മളതിൽ സന്തോഷം കണ്ടെത്തുന്നു, നമ്മളതിൽ സംതൃപ്തി അടയുന്നു എന്നുള്ളതാണ്. ഒരു മുതലാളി തൻ്റെ സംരംഭങ്ങളോട് പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം ഇഖ്ലാസ് കാണിച്ചാൽ, ഇഷ്ടം കാണിച്ചാൽ, അദ്ദേഹം അതിനോടുള്ള താല്പര്യവും തയ്യാറെടുപ്പും ഒരുക്കവും സന്നദ്ധതയും വിധേയത്വവും ഒക്കെ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ഉണ്ടാവുമ്പോൾ അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ സന്തോഷവാനായിരിക്കും. അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചവനായി തീരും. ഒരു സംഭവത്തിലൂടെ ഈ ആത്മാർത്ഥതയുടെ വിജയത്തിൻ്റെ ഒരു വഴിയെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഔറംഗസീബ് എന്ന് പറയുന്ന ഏറ്റവും നല്ല ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട, തൻ്റെ ഖജനാവിൽ നിന്നൊരു നയാ പൈസ പോലും തൻ്റെ ജീവിത ആവശ്യത്തിന് ഉപയോഗിക്കാതെ തൻ്റെ ജീവിത മാർഗമായി വിശുദ്ധ ഗ്രന്ഥം എഴുതുകയും തൊപ്പി തുന്നുകയും ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കാശുകൾ കൊണ്ട് ജീവിതത്തിന് വിനിയോഗിക്കുകയും ഖജനാവിലെ കാശുകൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും 52 വർഷക്കാലത്തോളം മുഗൾ ഭരണാധികാരിയായി രാജ്യസേവനങ്ങളിൽ ഏർപ്പെട്ട ഔറംഗസീബ് ഖാജ മൊഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അവിടുത്തെ റൗള സന്ദർശിക്കുകയും തിരിച്ചു വരുമ്പോൾ ഷാജഹാനി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ ഒരു അന്ധനായ മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് വിഷയങ്ങൾ ആരാഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ കാലങ്ങളായി പ്രാർത്ഥനയിലാണ് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇത് കേട്ടപ്പോൾ മഹാനായ ചക്രവർത്തി തൻ്റെ പട്ടാളക്കാരോട് ഈ മനുഷ്യൻ കേൾക്കത്തക്ക സ്വരത്തിൽ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിരടി വെട്ടണമെന്ന്. ഇത് കേട്ടപ്പോൾ രാജവിളംബരമാണ്. തീർച്ചയായും എൻ്റെ കാഴ്ച എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വിശ്വാസത്തോടെ ആത്മാർത്ഥമായി റൗളയിലേക്ക് ചെന്നു. ഖാജ തങ്ങളോട് ആത്മാർത്ഥമായി അവിടെ ചെന്ന് അദ്ദേഹം തൻ്റെ വിഷയം പരാതി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥിക്കുകയും അദ്ദേഹം ചെയ്ത ആ ഒരു വിശ്വാസവും കാരണം അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ചക്രവർത്തി തിരിച്ചു വരുമ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നേരത്തെ നിങ്ങൾ ഈ വിശ്വാസത്തോടെയും ഈ ഒരു ആത്മാർത്ഥതയോടെയും നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നേരത്തെ നിങ്ങളുടെ കാര്യം സാധ്യമായിരുന്നേനെ. ഈ ഒരു സംഭവത്തിൽ നിന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്ന, മഹാനായ ചക്രവർത്തി നൽകുന്ന ഒരു പാഠം, നമ്മൾ എടുക്കുന്ന പണി നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ അതിന് വിധേയത്വവും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പൂർണ്ണമായ സമർപ്പണം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏത് വിഷയങ്ങളെയും നമുക്ക് പരിഹരിക്കാനും ഏത് ലക്ഷ്യത്തിലേക്കും നമുക്ക് എത്താൻ കഴിയുമെന്നതാണ്. സീക്രട്ട് ഓഫ് സക്സസ് ഈസ് സിൻസിയറിറ്റി എന്നാണ്. ഏതൊരു വിജയത്തിന്റെയും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് സിൻസിയറിറ്റി എന്നതാണ്. സോ നാം അങ്ങനെ ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുക്കാനും ആ ലക്ഷ്യത്തിൽ നമ്മൾ പൂർണ്ണ സംതൃപ്തരാവാനും നമുക്ക് കഴിയും. അതാണ് ആരാധന കർമ്മങ്ങളുടെയൊക്കെ മുഖ്യ കാതൽ. ആരാധനകളിലൊക്കെ പൂർണ്ണ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏതൊരു കർമ്മവും ഭംഗിയുള്ളതും അതിൻ്റെ ഭംഗിക്കനുസരിച്ച് നമുക്ക് പ്രതിഫലവും ലഭിക്കും എന്നുള്ളതാണ്.